ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഇന്ത്യ ഹൂ ഈസ് ഹൂ. 2025 ഫെബ്രുവരി 20 വരെ ശേഖരിച്ച ഡാറ്റ പ്രകാരം ഇന്ത്യ രാജ്യത്തിലെ പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന മഹത് വ്യക്തികളെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യമായി ഇന്ത്യൻ പ്രസിഡന്റ്, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. ഇപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ 2022 ജൂലൈ 25 അധികാരമേറ്റ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 15ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവിനെ പറ്റി ഓർക്കേണ്ട ചില പ്രധാന വസ്തുതകൾ. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ഒഡീഷ സ്വദേശിയായ ദ്രൗപദി മുർമു. ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ എന്ന് ഓർക്കുക. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ദ്രൗപദി മുർമുവാണ്. 64 വർഷവും 1 മാസവും പ്രായമുള്ളപ്പോൾ. രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു വഹിച്ച പ്രധാന സ്ഥാനങ്ങൾ ഒഡീഷ സംസ്ഥാന മന്ത്രി, ജാർഖണ്ഡ് സംസ്ഥാന ഗവർണർ എന്നിവയാണ്. ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സംസ്ഥാന ഗവർണറും ദ്രൗപദി മുർമുവാണ്. അടുത്തത് വൈസ് പ്രസിഡന്റ്, സെക്കൻഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്നത് വൈസ് പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സെക്കൻഡ് സിറ്റിസൺ 2022 ഓഗസ്റ്റ് 11 ചുമതലയേറ്റ ജഗ്ദീപ് ധൻകർ. രാജസ്ഥാൻ സ്വദേശിയായ ജഗ്ദീപ് ധൻകർ 14ാമത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റാണ്. ഇതോടൊപ്പം ഓർക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ S രാധാകൃഷ്ണൻ. ജഗ്ദീപ് ധൻകർ മുമ്പ് വഹിച്ച മറ്റു പ്രധാന സ്ഥാനങ്ങൾ രാജസ്ഥാൻ നിയമസഭാംഗം, ലോക്സഭാംഗം, കേന്ദ്രമന്ത്രി, പശ്ചിമ ബംഗാൾ ഗവർണർ. അടുത്തത് പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയുടെ 14ാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 2014 മെയ് മാസം മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. 2014 മുതൽ 2019 വരെയും 2019 മുതൽ 2024 വരെയും പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച നരേന്ദ്രമോദി 2024 മുതൽ 3ാം പ്രാവശ്യമാണ് ഈ സ്ഥാനം വഹിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി നേതാവായ നരേന്ദ്രമോദി. കോൺഗ്രസിൽ നിന്നല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ജനതാ പാർട്ടിയിലെ മൊറാർജി ദേശായി 1977. അടുത്തത് സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 53 അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇന്ത്യൻ സായുധ സേനകളുടെ പരമോന്നത കമാൻഡർ. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ ഇപ്പോഴത്തെ സുപ്രീം കമാൻഡർ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവയാണ് ഇന്ത്യൻ സായുധ സേനയുടെ ഘടകങ്ങൾ. ഈ 3 സേനകൾക്കും പ്രത്യേകം മേധാവികളുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ഇപ്പോഴത്തെ ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ ചീഫ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ വ്യോമസേനയുടെ ഇപ്പോഴത്തെ ചീഫ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫിൻ്റെ പദവി ജനറൽ. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫിൻ്റെ പദവി അഡ്മിറൽ. ചീഫ് ഓഫ് എയർ സ്റ്റാഫിൻ്റെ പദവി എയർ ചീഫ് മാർഷൽ. ഇവ കൂടി മനസ്സിലാക്കുക. ഓർക്കുക, നിലവിൽ
കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ഈ 3 സേനകളുടെയും കോർഡിനേഷനും കൂടുതൽ ഫലവത്തായ പ്രവർത്തനത്തിനും വേണ്ടി ഇവയെ നിയന്ത്രിക്കുന്ന ഒരു ഉയർന്ന പദവി 2020 ജനുവരി 1 നിലവിൽ വന്നു. ആ പദവിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അഥവാ CDS. CDS നിലവിൽ വന്ന ദിവസം 2020 ജനുവരി 1. ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു. അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതിനു ശേഷം 2022 സെപ്റ്റംബർ 30 മുതലുള്ള ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ. ഓർക്കുക, ഇപ്പോഴത്തെ CDS അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ. അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് 1950 ജനുവരി 26 നിലവിൽ വന്ന സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. പരമാവധി 34 ജഡ്ജിമാരടങ്ങുന്ന സുപ്രീം കോടതിയുടെ തലവനാണ് ചീഫ് ജസ്റ്റിസ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയിലെ 51ാമത്തെ ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന. ഇതോടൊപ്പം ഓർക്കുക, സുപ്രീം കോർട്ടിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. അടുത്തത് അറ്റോർണി ജനറൽ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ലീഗൽ അഡ്വൈസറും കോടതികളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാന അഡ്വക്കറ്റുമാണ് അറ്റോർണി ജനറൽ. നിലവിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആർ വെങ്കടരമണി. ഇന്ത്യയിലെ 16ാമത്തെ അറ്റോർണി ജനറലാണ് ആർ വെങ്കടരമണി. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെത്തൽവാദ്. ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറലായി പ്രവർത്തിച്ചത് MC സെത്തൽവാദാണ്, 13 വർഷം. അടുത്തത് സോളിസിറ്റർ ജനറൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറലിനു കീഴിൽ രാജ്യത്തെ 2ാമത്തെ ഉയർന്ന നിയമോദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. 23ാമത്തെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ CK ദഫ്താരി. 1950 മുതൽ 1963 വരെയായി 13 വർഷം, അതായത് ഏറ്റവും കൂടുതൽ കാലം സോളിസിറ്റർ ജനറലായി ഇരുന്നത് CK ദഫ്താരി. 7ാം വർഷവും സോളിസിറ്റർ ജനറലായി തുടരുന്ന തുഷാർ മേത്തക്കാണ് ഇതിൽ 2ാം സ്ഥാനം. അടുത്തത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നിലവിലുള്ള CAG കെ സഞ്ജയ് മൂർത്തി 15ാമത്തെ CAG ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ CAG വി നരഹരി റാവു. അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1950 ജനുവരി 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ടത്. നിലവിൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് സഹായികളായി 2 ഇലക്ഷൻ കമ്മീഷണർമാർ കൂടി ഉണ്ട്. അവരാണ് സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, ഇലക്ഷൻ കമ്മീഷണേഴ്സ് സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ. അടുത്തത് ലോക്പാൽ. ദേശീയ തലത്തിൽ പൊതുപ്രവർത്തകരുടെ അഴിമതി അന്വേഷിക്കുന്ന സംവിധാനമാണ് ജനങ്ങളുടെ സംരക്ഷകൻ എന്നർത്ഥമുള്ള ലോക്പാൽ. നിലവിൽ
ഉള്ള ലോക്പാൽ അജയ് മാണിക്റാവു കാൻവിൽക്കർ. അജയ് മാണിക്റാവു കാൻവിൽക്കർ, AM കാൻവിൽക്കർ. 2019 മാർച്ചിൽ നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ ലോക്പാൽ റിട്ടയർഡ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ആദ്യത്തെ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ്. 2022 മെയ്യിൽ അദ്ദേഹം വിരമിച്ചതു മുതൽ 1.25 വർഷത്തോളം ആക്ടിംഗ് ലോക്പാലായി പ്രവർത്തിച്ചത് പ്രദീപ് കുമാർ മൊഹന്തി. 2024 മാർച്ച് മുതൽ നിലവിലെ ലോക്പാൽ അജയ് മണിക്റാവു കാൻവിൽക്കർ. നിതി ആയോഗ് 1950 മാർച്ച് 15 മുതൽ നിലവിലുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷന് പകരമായി 2015 ജനുവരി 1 നിലവിൽ വന്ന പുതിയ സംവിധാനമാണ് നിതി ആയോഗ്. നിതിയുടെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ആസൂത്രണ കമ്മീഷൻ എന്ന പോലെ നിതി ആയോഗിൻ്റെയും ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്. നിതി ആയോഗിൻ്റെ ആരംഭം മുതലുള്ള ചെയർപേഴ്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന് വൈസ് ചെയർപേഴ്സണും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമുണ്ട്. നിതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. CEO BVR സുബ്രഹ്മണ്യം. നിതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി. വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. CEO BVR സുബ്രഹ്മണ്യം. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കും ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന റെഗുലേറ്റിംഗ് ബോഡിയുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI സ്ഥാപിക്കപ്പെട്ട ദിവസം 1935 ഏപ്രിൽ 1. സർ ഓസ്ബോൺ സ്മിത്താണ് ആദ്യത്തെ RBI ഗവർണർ. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടു. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ്. നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അടുത്തത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിന് 1988 രൂപം കൊണ്ടതാണ് സെബി. സെബിയുടെ നിലവിലെ ചെയർമാൻ മാധവി പുരി ബുച്ച്. സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണാണ് മാധവി പുരി ബുച്ച്. അടുത്തത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും ധനസഹായം നൽകാൻ 1982 രൂപീകരിക്കപ്പെട്ടതാണ് നബാർഡ്. നബാർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ മലയാളിയായ KV ഷാജിയാണ്. നബാർഡിൻ്റെ നിലവിലെ ചെയർമാൻ KV ഷാജി. അടുത്തത് ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിലും സംസ്ഥാനങ്ങൾ തമ്മിലും നികുതി വരുമാനം വിതരണം ചെയ്യുന്നതിനുള്ള ശുപാർശകൾ നൽകലാണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാന പ്രവർത്തനം. 2026 ഏപ്രിൽ 1 മുതലുള്ള 5 വർഷത്തേക്ക് നടപ്പാക്കേണ്ടുന്ന നിർദ്ദേശങ്ങൾ 2025 ഒക്ടോബർ 31 മുമ്പ് 16ാം ധനകാര്യ കമ്മീഷൻ ഗവൺമെൻറ്റിന് സമർപ്പിക്കും. 1951 ആദ്യത്തെ ഫൈനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ KC നിയോഗിയായിരുന്നു. അതിനുശേഷം ഇതുവരെയായി 16 ധനകാര്യ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേത് 16ാം ധനകാര്യ കമ്മീഷൻ. ഇപ്പോഴത്തെ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. അടുത്തത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് ഇന്ത്യ. 1998 പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ കാലത്താണ് ആദ്യത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ബ്രജേഷ് മിശ്ര നിയമിതനാകുന്നത്. ഇപ്പോഴത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ.
2014 നിയമിതനായ അജിത് ഡോവൽ ഇന്ത്യയുടെ 5ാമത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ്. ഇതോടൊപ്പം ഓർക്കുക, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ വെങ്കട്ട് രമണൻ അനന്ത നാഗേശ്വരൻ. ചീഫ് ഇക്കണോമിക് അഡ്വൈസർ വെങ്കിട്ട് രമണൻ അനന്ത നാഗേശ്വരൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ അജയ് കുമാർ സൂദ്. പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ അജയ് കുമാർ സൂദ്. അടുത്തത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. 1969 ഓഗസ്റ്റ് 15 രൂപീകരിക്കപ്പെട്ട ISROവിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ്. നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ISROവിൻ്റെ 11ാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ ഗ്രൂപ്പ് A ഓഫീസർമാരെയും റിക്രൂട്ട് ചെയ്യുന്ന പ്രധാന ഏജൻസിയാണ് UPSC. 1926 ഒക്ടോബർ 1 രൂപീകരിക്കപ്പെട്ട ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പേര് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാക്കി മാറ്റി. 1926 ആദ്യത്തെ ചെയർമാൻ സർ റോസ് ബാർക്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ചെയർമാൻ 1947 HK കൃപലാനി. നിലവിൽ UPSCയുടെ ചെയർപേഴ്സൺ പ്രീതി സുദൻ. UPSCയുടെ 2ാമത്തെ വനിതാ ചെയർപേഴ്സണാണ് 36ാമത്തെ UPSC ചെയർപേഴ്സണായ പ്രീതി സുദൻ. 1992 നിയമിതയായ റോസ് മില്യൺ ബാത്യു ആയിരുന്നു UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. അടുത്തത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC. ഇന്ത്യ ഗവൺമെൻറ്റിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ 1953 ഡിസംബർ 28 നിലവിൽ വന്ന സ്ഥാപനമാണ് UGC. ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്ട്നഗർ. 2022 ഫെബ്രുവരിയിൽ നിയമിതനായ M ജഗദേഷ് കുമാറാണ് നിലവിൽ UGC ചെയർമാൻ. ഓർക്കുക, നിലവിൽ UGC ചെയർമാൻ M ജഗദേഷ് കുമാർ. അടുത്തത് റെയിൽവേ ബോർഡ്. നിലവിൽ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ സതീഷ് കുമാർ. ദളിത് വിഭാഗത്തിൽ നിന്ന് റെയിൽവേ ബോർഡ് ചെയർമാനായ ആദ്യത്തെ വ്യക്തിയാണ് സതീഷ് കുമാർ. അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. 2005 ഒക്ടോബർ 12 നിലവിൽ വന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ വജാഹത്ത് ഹബീബുള്ള. ഇപ്പോഴത്തെ ചെയർമാൻ ഹീരാലാൽ സമരിയ. 12ാമത്തെ ചെയർമാനാണ് ഹീരാലാൽ സമരിയ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 1993 രൂപീകരണ സമയത്ത് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്സ്. 1978 മുതൽ നിലവിലുണ്ടായിരുന്ന ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2004 മുതൽ SCക്കും STക്കും വെവ്വേറെ കമ്മീഷനുകളാക്കി മാറ്റി. 2004 രൂപം കൊണ്ട നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ഭാൻ. ഇപ്പോഴത്തെ ചെയർമാൻ കിഷോർ മക്വാന. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. 2004 രൂപം കൊണ്ട കാലത്ത് ചെയർമാൻ കുൻവർ സിംഗ്. ഇപ്പോഴത്തെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. 1993 നിലവിൽ വന്ന കാലത്ത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ RN പ്രസാദ്. ഇപ്പോഴത്തെ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്സ്,
ബുദ്ധ, ജൈന, പാർസി എന്നീ 6 ന്യൂനപക്ഷ മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് സർദാർ അലി ഖാൻ 1993-96 കാലത്ത്. ഇപ്പോഴത്തെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ 1992 രൂപീകരിക്കപ്പെട്ട ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. നിലവിൽ 9ാമത്തെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ. 9ാമത്തെ നിലവിലെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ. 3 കൊല്ലം വീതമുള്ള 2 ടേമുകളിൽ തുടർച്ചയായി ചെയർപേഴ്സണായത് 2 പേരാണ്, ഗിരിജ വ്യാസ്, രേഖ ശർമ്മ എന്നിവർ. 18ാം ലോക്സഭ 2024 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കപ്പെട്ടതാണ് 18ാം ലോക്സഭ. 18ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള. ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുത്തിട്ടില്ല. രാജ്യസഭയുടെ ചെയർമാൻ സ്ഥാനം എപ്പോഴും വൈസ് പ്രസിഡൻറ്റിനാണ്. അതിനാൽ രാജ്യസഭയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ജഗദീപ് ധൻഖർ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. ഓർക്കുക, 18ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള, രാജ്യസഭയുടെ ചെയർമാൻ ജഗദീപ് ധൻഖർ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. 18ാം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 31 ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരടക്കം 41 സഹമന്ത്രിമാർ, അങ്ങനെ ആകെ 72 മന്ത്രിമാർ. മലയാളികളായ 2 സഹമന്ത്രിമാരാണ് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ. തൃശ്ശൂരിൽ നിന്നുള്ള ലോക്സഭാംഗമായ സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായ ജോർജ് കുര്യൻ്റെ വകുപ്പുകൾ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും തീർച്ചയായും അറിഞ്ഞിരിക്കണം, പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ആഭ്യന്തരം, സഹകരണം അമിത് ഷാ. രാജ്യരക്ഷ രാജ്നാഥ് സിംഗ്. ധനകാര്യം നിർമ്മല സീതാരാമൻ. റോഡ് ഗതാഗതം നിതിൻ ഗഡ്കരി. റെയിൽവേ അശ്വിനി വൈഷ്ണവ്. ആരോഗ്യം JP നദ്ദ. വിദേശകാര്യം S ജയശങ്കർ. കൃഷി ശിവരാജ് സിംഗ് ചൗഹാൻ. വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ. വാണിജ്യം വ്യവസായം പീയൂഷ് ഗോയൽ. നിയമം അർജുൻ റാം മേഘ്വാൾ എന്ന സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി. കൂടുതൽ മന്ത്രിമാരെക്കുറിച്ചറിയാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് കൂടി ശ്രദ്ധിക്കുക, അറിയാൻ ശ്രമിക്കുക. ഡിയർ ഫ്രണ്ട്സ്, 2025 ഫെബ്രുവരി 20 വരെയുള്ള ഡാറ്റ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഹൂ ഈസ് ഹൂ 2025 ഓഫ് ഇന്ത്യ ഇവിടെ അവസാനിക്കുന്നു. ശ്രദ്ധയോടെ പഠിക്കുക, വിജയിക്കുക. എല്ലാവർക്കും ആശംസകൾ.